السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. നാളെ റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. നാം എത്ര തന്നെ നിസ്കാരം നിർവഹിച്ചവരാണെങ്കിലും, നോമ്പനുഷ്ഠിച്ചവരാണെങ്കിലും, ഖുർആൻ ഓതിയവരാണെങ്കിലും, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിലും, നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോയ അപാകതകൾ കാരണം അവകളെല്ലാം തള്ളപ്പെട്ടാൽ, സ്വീകരിക്കപ്പെടാതിരുന്നാൽ നാം ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാകും. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ കാരുണ്യം അത് ഏറ്റവും വലുതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ദയ, അവൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടുക സാധ്യമേ അല്ല. ആ റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാതെ പോകുന്ന ചില ആളുകളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. റബ്ബിൻ്റെ കാരുണ്യത്തിന് ഒരിക്കലും അവർക്ക് ലഭിക്കാതെ അവർ വലിയ നഷ്ടത്തിലായിത്തീരും. അങ്ങനെയുള്ള ധാരാളം ആളുകളെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു 3 വിഭാഗം ആളുകളെ മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഏതാണ് ആ 3 വിഭാഗം ആളുകൾ? ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് ആഖുൽ ലിവാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ആൾ. ഉപ്പനെയും ഉമ്മയും വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ അവരെ മാനസികമായി, ശാരീരികമായി, മറ്റു നിലക്കൊക്കെ അവരെ പ്രയാസപ്പെടുത്തി അവരുടെ കുരുത്തക്കേട് വാങ്ങിയ ആളുകൾ, അവരുടെ പൊരുത്തവും അവരുടെ പ്രാർത്ഥനയും വാങ്ങേണ്ടതിന് പകരം അവരെ കണ്ണുനീര് കുടിപ്പിച്ച് അവരെ വിഷമിപ്പിച്ച ആളുകൾ, അവർ ചെയ്യുന്ന ഒരു നന്മയും അല്ലാഹു തആല സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വരും. അവർ ചെയ്യുന്ന ഫർളോ സുന്നത്തായ ഒരു അമലുകളും കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കാതെ അത് മാറ്റിവെക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഉമ്മനോട് ഉപ്പനോട് ചേ എന്ന് വാക്കുപോലും പറയരുത് എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അവർക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നോട് കരുണ കാണിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്കും ഉപ്പയോട് നീ കരുണ കാണിക്കണേ എന്നുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി നീ നിരന്തരം നടത്തണമെന്നാണ് ഖുർആനിൻ്റെ ആഹ്വാനം. അതൊന്നും ചെവിക്കൊള്ളാതെ അവരെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് കണ്ണുനീര് കുടിപ്പിച്ച ആളുകളുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ബർക്കത്തും അവർക്കുണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരികയും ആഖിറത്തിൽ അതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലേക്ക് അവരെ തള്ളിയിടപ്പെടുകയും ചെയ്യുമെന്ന് ശുദ്ധ ഖുർആനിൻ്റെയും തിരു ഹദീസിൻ്റെയും വാക്കുകളിൽ നിന്ന് വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നാനുൻ, ആർക്കെങ്കിലും വല്ല ഗുണവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായ ഗുണമാവാം, ശാരീരികമായ ഗുണമാകാം, മറ്റേത് രൂപത്തിലുള്ളതാകാം. അങ്ങനെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തുക. വീടുണ്ടാക്കാൻ സഹായിച്ചു, മക്കളെ കെട്ടിക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ രോഗത്തിന് കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ മരുന്ന് വാങ്ങാൻ, ചികിത്സക്കൊക്കെ സഹായിച്ചു. പിന്നീട് ഞാനാണ് അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, അവന് വീടുണ്ടാക്കി കൊടുത്തത് ഞാനാണ്, മോളെ കെട്ടിച്ചത് ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, അവർക്കും ഒരിക്കലും അവർ ചെയ്യുന്ന ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കാതെ മാറ്റിവെക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. എല്ലാം അള്ളാഹുവിൻ്റെ ഖദറനുസരിച്ചാണ് ലോകത്ത് നടക്കുക. ഹൈറാണെങ്കിലും ഷർറാണെങ്കിലും എല്ലാം റബ്ബിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ. പക്ഷേ ഇതിനൊക്കെ നിഷേധിച്ചിട്ട് അതിനൊക്കെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഖദർ നിഷേധിക്കുന്ന ആളുകൾ, അവർക്കും അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാതെ അവർ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ സംജാതമാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കാൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുമ്പോൾ നാം വളരെയധികം നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഹൃദയത്തിലുണ്ടാവണം. നന്മ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.